ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനുമായിട്ട് നിവിൻ പോളി നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രം സർവ്വമായ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നിവിൻ പോളി നായകനായിട്ടെത്തിയ സർവ്വമായ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി ശക്തമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമയിലൂടെ. പ്രശസ്ത ഡയറക്ടറായിട്ടുള്ള സത്യനന്ദിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഒരു നിവിൻ പോളി അജു വർഗീസ് കോംബോ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തൊക്കെയാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററിലോട്ട് ഇന്നെത്തി വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പഴയ നിവിൻ പോളി തിരിച്ചു കിട്ടിയെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അവകാശപ്പെടുന്നത്. നിവിൻ പോളിക്കും അജു വർഗീസിനൊപ്പം തന്നെ ജനാർദ്ദന്, പൃഥ്വി മൂന്നും തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പ്രീസെയിലൂടെ മാത്രം ഏകദേശം 1.5 കോടി പിന്നിട്ട ചിത്രം ഇപ്പോൾ ആദ്യ കേരള കളക്ഷൻ മാത്രം ഏകദേശം 7 കോടിക്ക് മുകളിൽ നേടുമെന്നാണ് പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേടിയ ചിത്രം 12 മുതൽ 13 കോടി രൂപ വരെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നിവിൻ പോളി കോമഡി നമ്പറുമായിട്ട് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം 100 കോടി കടക്കുമെന്ന് ഇനി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. നാളെയും ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം 50 കോടി പിന്നിട്ടാൽ 100 കോടിക്കുള്ള സാധ്യതകൾ വരെയാണ്. കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ടൊക്കെ. അപ്പോൾ സർവ്വമായ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.